10-20 വർഷങ്ങൾക്ക് മുൻപ് ബാംഗ്ലൂരിൽ ജോലിക്ക് ചേർന്ന സമയം. അന്ന് ഇന്നത്തെ പോലെ സ്മാർട്ട് ഫോൺ നിലവിൽ വന്നിട്ടില്ല. കീപാഡൊക്കെയുള്ള എൻ്റെ ഫോണിൻ്റെ വാൾപേപ്പറിൽ സ്വാമി വിവേകാനന്ദൻ്റെ ചിത്രമായിരുന്നു. അത് കണ്ട് എൻ്റെ മാനേജറായിരുന്ന പഞ്ചാബിക്കാരൻ വിവേക് മൽഹോത്ര പറഞ്ഞു, പലരെയും കണ്ടിട്ടുണ്ട്. സ്വന്തം മക്കളുടെ, കുടുംബത്തിൻ്റെ, ഭാര്യയുടെ, അമ്മയുടെ, അച്ഛൻ്റെ, ഇഷ്ടദൈവത്തിൻ്റെയൊക്കെ ചിത്രം വയ്ക്കുന്ന പലരെയും സ്വാമി വിവേകാനന്ദൻ്റെ ചിത്രം വയ്ക്കുന്ന ഒരാളെ ഞാനിത് ആദ്യമായിട്ട് കാണുകയാണ്. 10-12 പേരുള്ള ഒരു മീറ്റിങ്ങിലാണ് അദ്ദേഹം ഇങ്ങനെ പറഞ്ഞത്. പറയുന്നത് മാനേജറല്ലേ? എല്ലാവരും ഉച്ചത്തിൽ ചിരിച്ചു. ഞാൻ പുതിയ ആളാണ്, ഒന്നങ്ങ് പതറിപ്പോയി. 1-2 നെടുവീർപ്പിന് ശേഷം അല്പം ഒന്ന് പതറിക്കൊണ്ട് ഞാൻ പറഞ്ഞു, വിവേക് സ്വാമിജി എൻ്റെ റോൾ മോഡലാണ്. എന്നെ ഞാനാക്കുന്നതിൽ ഏറ്റവും സ്വാധീനം ചെലുത്തിയ വ്യക്തി. അദ്ദേഹത്തിന് അത് ഇഷ്ടമായോ ഇല്ലയോ എന്ന് എനിക്കറിയില്ല. എന്നാലും അദ്ദേഹം മറുപടി പറഞ്ഞു, ബടിയ. അന്നങ്ങനെ പെട്ടെന്ന് തോന്നിയത് പറഞ്ഞു എങ്കിലും അതായിരുന്നു ശരി. എന്നെ ഇത്ര ത്രസിപ്പിച്ച, എൻ്റെ ചിന്തകളെ ഇത്രയധികം സ്വാധീനിച്ച മറ്റൊരു വ്യക്തിത്വം ഇല്ല തന്നെ. ഈ നാടിനെ മനസ്സിലാക്കാൻ, എന്താണ് രാഷ്ട്രമെന്ന സങ്കല്പം തിരിച്ചറിയാൻ, ഒരുപാട് തെറ്റിദ്ധാരണകൾ ഉണ്ടായിരുന്ന ചിന്തയിൽ നിന്നും എനിക്ക് സ്വയം തിരിച്ചറിയാൻ കഴിഞ്ഞത് സ്വാമി വിവേകാനന്ദനിലൂടെയാണ്. അദ്ദേഹത്തിൻ്റെ ഒരുപാട് അമൃതവചനങ്ങൾ ഞങ്ങൾക്ക് ബൈഹാർട്ടായിരുന്നു. തമാശയ്ക്കും അല്ലാതെയും അദ്ദേഹം ഗർജിക്കുന്നത് പോലെ ഞങ്ങൾ അഭിനയിച്ച് പറയുമായിരുന്നു. ഇന്നും എവിടെ സ്വാമിജിയുടെ ചിത്രം കണ്ടാലും മനസ്സിലറിയാതൊരു സന്തോഷം വരും. ഋഗ്, യജുർ, സാമ, അഥർവ എന്നിങ്ങനെ 4 വേദങ്ങളുണ്ട് നമുക്ക്. പ്രധാനപ്പെട്ട 10 ഉപനിഷത്തുകൾ ഉൾപ്പെടെ 108ഓളം ഉപനിഷത്തുകളുണ്ട്. അതുകൂടാതെ പുരാണങ്ങൾ, ഇതിഹാസങ്ങൾ, ഭഗവത്ഗീത, നിരുക്തം, ഛന്ദസ്, വ്യാകരണം, പറഞ്ഞാൽ തീരാത്തത്ര ഗ്രന്ഥങ്ങളുണ്ട് നമ്മൾക്ക്. ഒരായുസ് മുഴുവനും പഠിച്ചാൽ തീരാത്തത്ര. എന്നാൽ ഇവയെല്ലാം മനസ്സിലാക്കാൻ ഒരു എളുപ്പമാർഗമുണ്ട്. സ്വാമി വിവേകാനന്ദൻ്റെ പ്രഭാഷണങ്ങൾ, സാഹിത്യങ്ങൾ വായിച്ചാൽ മതി. അറിവിൻ്റെ നിറകുടമാണത്. 39-ാം വയസ്സിൽ തൻ്റെ കർമ്മം പൂർത്തിയാക്കി സമാധി സ്വീകരിച്ചു മടങ്ങിപ്പോയ അവതാര പുരുഷൻ. ഒന്നിലും വിശ്വാസമില്ലാത്ത, എല്ലാത്തിനെയും ചോദ്യം ചെയ്യുന്ന, വളരെ നല്ല ഇംഗ്ലീഷ് വിദ്യാഭ്യാസം കിട്ടിയ വളരെ ബുദ്ധിമാനായ കുട്ടിയായിരുന്നു നരേന്ദ്രൻ. ഇന്നത്തെ ഭാഷയിൽ പറഞ്ഞാൽ ആക്ടിവിസ്റ്റ്. അങ്ങനെ 100,000 സംശയങ്ങളുമായി നടന്ന ആ 18 വയസ്സുകാരനോട് ആരോ പറഞ്ഞു, നിന്റെ സംശയങ്ങൾക്കൊക്കെ മറുപടി തരാൻ പറ്റിയ ഒരാളുണ്ട്, പേര് രാമകൃഷ്ണൻ. അങ്ങനെ നരേന്ദ്രൻ രാമകൃഷ്ണന്റെ അടുത്തെത്തി. ആ കുട്ടിയുടെ ആദ്യത്തെ ചോദ്യം ഇതായിരുന്നു, നിങ്ങളെപ്പോഴും ദൈവം ദൈവം എന്നിങ്ങനെ പറഞ്ഞുകൊണ്ടേയിരിക്കുന്നു, നിങ്ങൾക്ക് തെളിയിക്കാൻ പറ്റുമോ ദൈവമുണ്ടെന്ന്? പരമഹംസർ പറഞ്ഞു, യെസ്, പറ്റും. ദൈവമുണ്ട് എന്നതിനുള്ള തെളിവാണ് ഞാൻ. ആ ഒറ്റ മറുപടിയിൽ തന്നെ നരേന്ദ്രന്റെ ശൗര്യം പകുതിയായി. ശരി, എങ്കിൽ പറയൂ, ദൈവമുണ്ട് എന്നതിന് നിങ്ങൾക്കുണ്ടായ അനുഭവങ്ങൾ എനിക്കും കാണിക്കാം. എന്നാൽ അതിനുള്ള ധൈര്യം നിങ്ങൾക്കുണ്ടോ? പരമഹംസർ ചോദിച്ചു. ഉണ്ട്, നരേന്ദ്രൻ മറുപടി പറഞ്ഞു. ശ്രീരാമകൃഷ്ണ പരമഹംസർ തൻ്റെ കാലെടുത്ത് നരേന്ദ്രന്റെ നെഞ്ചിലൊന്നമർത്തി. നരേന്ദ്രന്റെ ശരീരത്തിലൂടെ വൈദ്യുതി തരംഗങ്ങൾ പ്രവഹിച്ചു. മണിക്കൂറുകളോളം ആ ഒരൊറ്റ ഇരുത്തമായിരുന്നത്രേ. ഇരുന്നത് നരേന്ദ്രനായിരുന്നുവെങ്കിൽ എഴുന്നേറ്റത് സ്വാമി വിവേകാനന്ദനായിരുന്നു. തനിക്കറിയാത്ത എല്ലാത്തിനെയും ചോദ്യം ചെയ്തു നടന്ന നരേന്ദ്രൻ അറിയാത്തവർക്ക് സംശയം തീർക്കുന്ന സമൂഹത്തിന്റെ ആശാകേന്ദ്രമായ സ്വാമി വിവേകാനന്ദനായി മാറി. ഇന്നും ആ അറിവ് ലോകം മുഴുവൻ പ്രവഹിച്ചുകൊണ്ടേയിരിക്കുന്നു. രാമകൃഷ്ണ പരമഹംസർ എന്ന ആത്മീയ സമൃദ്ധി വിവേകാനന്ദനിലൂടെ ലോകം മുഴുവൻ പ്രവഹിച്ചുകൊണ്ടേയിരിക്കുന്നു. ഒരിക്കലൊരു പ്രൊഫസർ സാഹിബ് ഒരു ഹോട്ടലിൽ വെച്ച് സ്വാമിജിയോട് ചോദിച്ചു, നിങ്ങൾ റോഡിലൂടെ നടന്നു പോകുമ്പോൾ ഒരുപാട് അറിവ് ലഭിക്കുന്ന ഒരു പുസ്തകവും കുറെ പൈസയും കണ്ടു എന്ന് വിചാരിക്കുക, നിങ്ങൾ അതിൽ ഏതെടുക്കും? സ്വാമിജി പറഞ്ഞു, ഞാൻ പൈസയാണ് എടുക്കുക. പ്രൊഫസർ പറഞ്ഞു, ഞാനാണെങ്കിൽ പുസ്തകമായിരുന്നു എടുക്കുക, കാരണം അതിലൂടെ വലിയ അറിവ് ലഭിക്കുമായിരുന്നു. സ്വാമിജി ഉടനെ മറുപടി പറഞ്ഞു, ഓരോരുത്തരും അവർക്കില്ലാത്തത് എന്താണോ അതാണ് എടുക്കുക. തുടർന്ന് സ്വാമിജി ഭക്ഷണം കഴിക്കാനായി അതേ പ്രൊഫസറുടെ അടുത്ത് തന്നെ ഇരുന്നു. സായിപ്പിന് അത് ഇഷ്ടമായില്ല. സായിപ്പ് പറഞ്ഞു, ഒരു പന്നിക്കും അരയന്നത്തിനും ഒരിക്കലും ഒരുമിച്ചിരിക്കാനാകില്ല. സ്വാമിജി ഉടനെ പറഞ്ഞു, ശരിയാണ്, അരയന്നത്തിന് എപ്പോൾ വേണമെങ്കിലും പറക്കാമെന്നും പറഞ്ഞ് എഴുന്നേറ്റ് മാറിയിരുന്നു. ഒരിക്കൽ സ്വാമിജിക്കൊരു പത്രപ്രവർത്തക ഇങ്ങനെ കത്തെഴുതി, സ്വാമിജി, ഇത്ര ശക്തമായ ഭാഷ, അതും സ്ട്രെയിറ്റ് ഫോർവേഡായി പറയുന്ന രീതി മാറ്റിക്കൂടെ? സ്വാമിജി മറുപടിയായി എഴുതി, എനിക്ക് ഒരുപാട് പറയാനുണ്ട്, മധുരമായി മെല്ലെ പറഞ്ഞു പോകാൻ എനിക്ക് സമയം തീരെ കുറവേയുള്ളൂ. എല്ലാം സ്വാമിജിക്ക് വളരെ നിശ്ചയമുണ്ടായിരുന്നു എന്നർത്ഥം. കാലിഫോർണിയയിൽ വെച്ച് സ്വാമിജിയെ എല്ലാ കാര്യത്തിനും പിന്തുണയ്ക്കുന്ന ജോസഫ് മാക്ലീഡ് ഒരിക്കൽ സ്വാമിജിയോട് ചോദിച്ചു, ഞാൻ എങ്ങനെയാണ് അങ്ങേ സഹായിക്കേണ്ടത്? സ്വാമിജി തിരിച്ചു ചോദിച്ചത്രേ, ക്യാൻ യു ലവ് മൈ ഇന്ത്യ? പിന്നീട് ഒരിക്കൽ അവരുടെ അവസാന കാലത്ത് സ്വാമിജി സമാധിയായതിനും ഒരുപാട് വർഷങ്ങൾക്ക് ശേഷം അവർ കൊൽക്കത്തയിലെ ബേലൂർ രാമകൃഷ്ണ മഠത്തിൽ വന്നപ്പോൾ അവിടെ ഒരു ഭാഗത്ത് പാവപ്പെട്ട തൊഴിലാളികൾ ജോലിയെടുക്കുന്നിടത്ത് പോയി നിന്നു അത്രേ കുറേ നേരം, നല്ല വെയിലത്ത്. അപ്പോൾ ഒരു സന്യാസി വന്ന് അവരോട് ചോദിച്ചു, മാം,
നിങ്ങൾ എന്താണ് ഇവിടെ ചെയ്യുന്നത്? അവർ മറുപടി പറഞ്ഞു അത്രേ, ഐ ആം ലവിങ് ഇന്ത്യ. ചിക്കാഗോയിൽ സ്വാമിജി പറഞ്ഞു, ഞാൻ ഇവിടെ വന്നിരിക്കുന്നത് എൻ്റെ മതമോ ദൈവമോ ആണ് ഏറ്റവും ശ്രേഷ്ഠമെന്ന് പറയാനല്ല, മറിച്ച് എല്ലാവരുടെ മതങ്ങളെയും ദൈവങ്ങളെയും ബഹുമാനിക്കാൻ പഠിപ്പിക്കുന്ന ഒരു സംസ്കാരം പിന്തുടരുന്ന ജനതയുടെ പ്രതീകമായിട്ടാണ് ഞാനിവിടെ വന്നിരിക്കുന്നത് എന്നാണ്. ഞങ്ങളുടെ മതമാണ് ഏറ്റവും കേമമെന്ന് ലോകത്തെ അറിയിക്കാൻ വേണ്ടി നടത്തിയ ആ ലോകമത സമ്മേളനം ഇന്നത്തെ യോയോ ഭാഷയിൽ പറഞ്ഞാൽ ഭാരതത്തിൽ നിന്നും വന്ന ആ പയ്യൻ സന്യാസി തൂക്കി. ഭാരതീയ ദർശനത്തെ നവീന കാലഘട്ടത്തിനനുസൃതമായി വ്യാഖ്യാനിച്ചു തന്ന മഹാത്മാവ്. എന്തായിരുന്നു ഭാരതം, എന്താണ് ഭാരതം, എന്തായിരിക്കണം ഭാരതം എന്ന് തലയുയർത്തി ഗർജിച്ച സൈക്ലോൺ മോങ്ക്. സൂട്ടും ബൂട്ടും കോട്ടുമിട്ട് എപ്പോഴും സിഗരറ്റ് വലിച്ചു നടക്കുന്ന, ഇടയ്ക്കൊക്കെ നോൺ വെജിറ്റേറിയൻ കഴിക്കുമായിരുന്ന, സാധാരണ സങ്കല്പങ്ങളിൽ നിന്നും മാറി നടന്ന ജൻസി. അമേരിക്കയിൽ പോയാൽ സ്വന്തം ഷൂ റൂമിൽ നിന്ന് തന്നെ പോളിഷ് ചെയ്യും. എന്നാൽ ലണ്ടനിൽ പോയാൽ സായിപ്പിനെ കൊണ്ട് പോളിഷ് ചെയ്യിക്കുന്ന ചുറുചുറുക്കുള്ള കുസൃതിക്കാരനായ യുവാവ്. സ്വാമി വിവേകാനന്ദന്റെ സന്യാസ ദീക്ഷാ നാമം വിവിധിശാനന്ദൻ എന്നായിരുന്നു. അദ്ദേഹത്തിന്റെ ഒരു ശിഷ്യനാണ് അദ്ദേഹത്തിന് സ്വാമി വിവേകാനന്ദൻ എന്ന പുനർനാമകരണം ചെയ്യുന്നത്. അതും അദ്ഭുതം തന്നെ, ശിഷ്യൻ ഗുരുവിന് പേരിടുക. ഇങ്ങനെയും ആത്മീയ ആചാര്യന്മാരുണ്ടായിരുന്നു നമുക്ക്. ഇന്നും കോടിക്കണക്കിന് ജനങ്ങൾക്ക് പ്രചോദനമായി ജ്വലിച്ചു നിൽക്കുന്ന മഹാത്മാവ്. വെറുതെയല്ല അദ്ദേഹത്തിന്റെ ജന്മദിനമായ ജനുവരി 12 നാഷണൽ യൂത്ത് ഡേ ആയി നിശ്ചയിച്ചത്. കേരളത്തിലെത്തിയ സ്വാമിജി കണ്ടതും ദർശിച്ചതും വളരെ പ്രാധാന്യമുള്ള ഇടങ്ങളിലാണ്. കൊടുങ്ങല്ലൂർ ചെന്നപ്പോൾ അവിടുത്തെ അമ്മമാർ സംസ്കൃതത്തിൽ സ്വാമിജിയോട് ദീർഘനേരം സംസാരിച്ചു അത്രേ. ചട്ടമ്പി സ്വാമികളെയും ഡോക്ടർ പൽപുവിനെയും കണ്ടു സ്വാമിജി. ഇതിനൊക്കെ ശേഷമാണ് സ്വാമിജി കന്യാകുമാരിയിലേക്ക് പോകുന്നത്. സ്വാമിജിയെക്കുറിച്ച് 2 വാക്ക് പറയൂ എന്ന് പറഞ്ഞാൽ ഒരു സാധാരണ മലയാളി ആദ്യം പറയുക കേരളത്തിലെ ജാതി വ്യവസ്ഥ കണ്ട് സ്വാമി വിവേകാനന്ദൻ കേരളത്തെ ഭ്രാന്താലയം എന്ന് വിളിച്ചു എന്നാണ്. ഭാരതം മുഴുവൻ യാത്ര ചെയ്ത സ്വാമിജി കേരളത്തെ മാത്രം ഭ്രാന്താലയം എന്ന് വിളിക്കാൻ കാരണം ഇവിടുത്തെ കൂട്ടം മതം മാറ്റത്തിന് ശേഷം അവർക്ക് ഉയർന്ന ജാതിയിലുള്ളവർ കൊടുക്കുന്ന സ്വീകാര്യതയും കണ്ടിട്ടാണ്. താഴ്ന്ന ജാതിയിലായിരുന്നപ്പോൾ തൊട്ടുകൂടാത്തയാൾ മതം മാറി വന്നാൽ കാര്യസ്ഥൻ വരെയാകാം എന്നുള്ള അവസ്ഥ കണ്ടിട്ടാണ് സ്വാമിജി കേരളത്തെ ഭ്രാന്താലയം എന്ന് വിളിച്ചത്. അതും കേരളം എന്നല്ല സ്വാമിജി പറഞ്ഞത്. ഭ്രാന്താലയം കാണാൻ തിരുവിതാംകൂറിലേക്കും കൊച്ചിയിലേക്കും പോയിക്കൊള്ളൂ എന്നാണ് സ്വാമിജി പറഞ്ഞത്. സ്വാമിജിയോട് ഒരിക്കൽ യുവാക്കൾ ചോദിച്ചു, നമുക്ക് സ്വാതന്ത്ര്യം ലഭിക്കാൻ എന്തു ചെയ്യണം? സ്വാമിജി പറഞ്ഞു, സ്വാതന്ത്ര്യമോ? ആദ്യം നീ പൗരനെ സൃഷ്ടിക്കൂ, എങ്കിൽ മാത്രമേ സ്വാതന്ത്ര്യത്തിന് തന്നെ പ്രസക്തിയുള്ളൂ. അദ്ദേഹം ഉയർന്ന സ്വരത്തിൽ പറഞ്ഞു, ഭാരതത്തിന് പിടിപെട്ട രോഗം ഞാൻ മനസ്സിലാക്കുന്നു. വൈദിക ശാസ്ത്രങ്ങളെ ഭാരതം മുഴുവൻ വാരി വിതറും. ഗിരിഗുഹകളിൽ നിന്നും സന്യാസി മഠങ്ങളിൽ നിന്നും വേദോപനിഷത്തുകളെ എടുത്തുകൊണ്ടുവന്ന് ഇവിടെ എല്ലാവരിലും എത്തിക്കൂ. ശ്രീരാമകൃഷ്ണൻ ഒരിക്കൽ സ്വാമിജിയെക്കുറിച്ച് അദ്ദേഹത്തിന്റെ മറ്റു ശിഷ്യന്മാരോട് പറഞ്ഞു അത്രേ, വലിയൊരു കർത്തവ്യവുമായി വന്നവനാണ് നരേന്ദ്രൻ. അവൻ ഭാരതത്തെ മറ്റൊരു തലത്തിലേക്ക് കൊണ്ടുപോകും. ഞാൻ ഈ പറഞ്ഞ കാര്യം നരേന്ദ്രൻ അറിയരുത്. അറിഞ്ഞാൽ അവന്റെ കർത്തവ്യം കഴിഞ്ഞു എന്ന് തോന്നുന്ന ദിവസം അവൻ ഈ ലോകം വെടിഞ്ഞു പോകും. അങ്ങനെ തന്നെ സംഭവിച്ചു. സ്വാമിജി സമാധിയാകുന്നതിനും കുറച്ചു ദിവസങ്ങൾക്ക് മുൻപ് ശിഷ്യർ ഈ കാര്യം സ്വാമിജിയോട് പറഞ്ഞു അത്രേ. സ്വാമിജി നിഷ്കളങ്കനായി ചിരിച്ചു. സമാധി സ്വീകരിക്കുന്നതിന്റെ കുറച്ചു ദിവസം മുമ്പ് അദ്ദേഹം സ്വാമി പ്രേമാനന്ദയ്ക്ക് തന്റെ ശരീരം അടക്കേണ്ട സ്ഥലം വരെ കാണിച്ചു കൊടുത്തു. സ്വയം പഞ്ചാംഗം നോക്കി നല്ല ദിവസം കണ്ടെത്തി. അങ്ങനെ ആ ദിവസമെത്തി. 1902 ജൂലൈ 4 അമേരിക്കയുടെ സ്വാതന്ത്ര്യ ദിവസം കൂടിയായിരുന്നു അന്ന്. പതിവിലും നേരത്തെ എഴുന്നേറ്റിരുന്നു സ്വാമിജി അന്ന്. സാധാരണ രീതികളിൽ നിന്നും വ്യത്യസ്തമായി ഏകാന്തനായി 3 മണിക്കൂറോളം ധ്യാനത്തിലിരുന്നു. പുറത്തു വന്ന് പ്രഭാത ഭക്ഷണത്തിന് ശേഷം ആശ്രമത്തിന്റെ ചാപ്പലിൽ പ്രവേശിച്ച് എല്ലാ ജനലുകളും വാതിലുകളും അടച്ചു. ഉച്ചയ്ക്ക് ശിഷ്യർക്ക് സംസ്കൃത വ്യാകരണം ക്ലാസുകൾ എടുത്തു. പ്രധാനപ്പെട്ട പല നിർദ്ദേശങ്ങളും നൽകി. മഠത്തിന്റെ ദൈനംദിന കാര്യങ്ങൾ എങ്ങനെയായിരിക്കണമെന്ന് വിശദമായി പറഞ്ഞുകൊടുത്തു. ജൂലൈ 2 ഏകാദശി വ്രതം എടുത്തിരുന്നു സ്വാമിജി. അന്ന് ശിഷ്യർക്കൊക്കെ ഭക്ഷണം വിളമ്പിക്കൊടുത്തു. ശേഷം അവരുടെ കൈ കഴുകിക്കൊടുത്തു. തൂവാല കൊണ്ട് വെള്ളം തുടച്ചു കൊടുത്തു. പതിവില്ലാത്ത രീതികൾ കണ്ട് ശിഷ്യർ അത്ഭുതപ്പെട്ടു. എങ്കിലും ഇതൊക്കെ സ്വാമിജിയുടെ അവസാന നാളുകളാണ് എന്നവർ ചിന്തിച്ചേയില്ല. വൈകിട്ടാവുമ്പോഴേക്കും സ്വാമിജിക്ക് അല്പം ക്ഷീണമുള്ളതുപോലെ തോന്നി. പ്രേമാനന്ദ സ്വാമികളോടൊപ്പം കുറച്ചു ദൂരം നടന്നു. വിളിക്കുന്നതുവരെ ആരും തന്റെ അടുത്തേക്ക് വരരുതെന്ന് അറിയിച്ചുകൊണ്ട് വൈകുന്നേരം 7 മണിവരെ സ്വാമിജി സ്വന്തം മുറിയിൽ ധ്യാനത്തിലിരുന്നു. 1 മണിക്കൂറിന് ശേഷം അദ്ദേഹം ശിഷ്യരിൽ ഒരാളെ വിളിച്ച് തലയിൽ വീശിക്കൊടുക്കാൻ ആവശ്യപ്പെട്ടു. അദ്ദേഹം നിശബ്ദനായി കട്ടിലിൽ കിടന്നു. അദ്ദേഹത്തെ പരിചരിച്ചയാൾ സ്വാമിജി ഉറങ്ങുകയോ ധ്യാനിക്കുകയോ ചെയ്യുകയാണെന്ന് കരുതി. 1 മണിക്കൂറിന് ശേഷം അദ്ദേഹത്തിന്റെ കൈകൾ അല്പം വിറച്ചു അത്രേ. അദ്ദേഹം ഒരു ദീർഘശ്വാസം എടുത്തു. പിന്നെ 1-2 മിനിറ്റ് നിശബ്ദത. ഒരിക്കൽ കൂടി അദ്ദേഹം ദീർഘശ്വാസം എടുത്തു. കണ്ണുകൾ പുരികങ്ങളുടെ മധ്യത്തിൽ ഉറപ്പിച്ചു. മുഖം ഒരു ദിവ്യഭാവം സ്വീകരിച്ച് ആ മഹാത്മാവ് ശരീരം ഉപേക്ഷിച്ചുകൊണ്ട് സമാധിയായി.
അദ്ദേഹം പലവരും പറഞ്ഞിരുന്നു ഞാൻ 40 വയസ്സിനപ്പുറം ജീവിക്കില്ല എന്ന്. പറഞ്ഞതുപോലെ തന്നെ അദ്ദേഹം 39-ാം വയസ്സിന്റെ അവസാനത്തിൽ ഇഹലോകവാസം വെടിഞ്ഞു. അത് കേവലം ഒരു ശാരീരികമായ മരണം മാത്രമാണ്. സ്വാമിജി എന്നും യുവാവായി നമ്മുടെ ഇടയിൽ ജ്വലിച്ചു നിൽക്കുന്നു. ഈ ഭാരതം ഉള്ളിടത്തോളം കാലം സ്വാമി വിവേകാനന്ദനും ഉണ്ടാകും. ആ മഹാത്മാവിന്റെ ആദർശം ഉൾക്കൊണ്ട വ്യക്തികളും സംഘടനകളും ഇവിടെ തേജസ്സോടെ പ്രകാശിച്ചു നിൽക്കുക തന്നെ ചെയ്യും. അദ്ദേഹം ഉപദേശിച്ചതുപോലെ ഭാരതമാതാവാകട്ടെ നമ്മുടെ ഉപാസനാമൂർത്തി. ഭാരതമാതാവ് ജയിക്കട്ടെ.